രാജരാജ ചോഴൻ എന്തിന് തഞ്ചൈ പെരിയ കോവിൽ പണിതു? അതിന് പിന്നിൽ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ചരിത്രമുണ്ട്. ഞാൻ തഞ്ചൈ പെരിയ കോവിലിലേക്ക് പോയപ്പോഴത്തേക്കും ഒരു ക്ഷേത്രമെന്നതിലുപരി ഒരു അത്ഭുതത്തെയാണ് എനിക്കിവിടെ കാണാൻ കഴിഞ്ഞത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അത്ഭുതങ്ങളിൽ അത്ഭുതമായ തഞ്ചൈ പെരിയ കോവിലിനെ കുറിച്ചാണ്. തെന്നാടിൻ്റെ പോയ പൊൻകാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തലിനെ കുറിച്ചാണ്. നമസ്കാരം, ഞാൻ വൈശാഖ്. ടെലിസ്കോപ്പിലേക്ക് സ്വാഗതം. തഞ്ചൈ പെരിയ കോവിലിനെ കുറിച്ച് പറയുന്നതിന് മുൻപായിട്ട് രാജരാജ ചോഴൻ അരുൾമൊഴിവർമ്മൻ എന്ന രാജകുമാരനിൽ നിന്ന് ചക്രവർത്തിയായതിനെക്കുറിച്ച് പെട്ടെന്നൊന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം അതിൽ നിന്നാണ് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. രാജരാജ ചോഴൻ്റെ അമ്മാവനായ ഉത്തമചോളൻ ചോള സാമ്രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന സമയം ഉത്തമചോളൻ്റെ അമ്മയും രാജമാതാവുമായ സെമ്പിയൻ മഹാദേവിയുടെ പ്രവർത്തനങ്ങൾ കാരണവും ക്ഷേത്ര നിർമ്മാണങ്ങൾ കാരണവും അതുപോലെ തന്നെ ഡൊണേഷനുകളെല്ലാം കാരണവും ചോളനാട് ഇപ്പോൾ വളരെ പ്രശസ്തിയിലാണ്. ജനങ്ങൾക്കെല്ലാം ഒരുപാട് സന്തോഷമാണ്. അതുപോലെ തന്നെ നല്ല റിച്ചുമായിട്ടുണ്ട് അവർ. ഈ സമയത്ത് ചെറുപ്പക്കാരനായിരുന്ന അരുൾമൊഴിവർമ്മൻ അദ്ദേഹത്തിന് ഒതുങ്ങിക്കൂടാൻ താല്പര്യപ്പെടുന്നില്ല. അദ്ദേഹത്തിൻ്റെ സ്വപ്നം വളരെ വലുതായിരുന്നു. അദ്ദേഹത്തിന് ചുറ്റും അദ്ദേഹം സാധ്യതകളാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ ഉത്തമചോളൻ്റെ ആരോഗ്യം കുറഞ്ഞു വന്ന സമയത്ത് തന്നെ അരുൾമൊഴിവർമ്മൻ രാജഭരണത്തിലേക്ക് കയറാനുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. കാര്യങ്ങളെന്ന് പറയുമ്പോൾ മോശമായിട്ടുള്ളതൊന്നുമല്ല, താൻ ചില്ലറക്കാരനല്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി. ഒരു പടുകൂറ്റൻ കാളക്കൂറ്റനെ പോലെ അത്രത്തോളം ശക്തനായിട്ടുള്ള ഒരാളായിരുന്നു രാജരാജ ചോഴൻ. അദ്ദേഹത്തിൻ്റെ ശക്തി പ്രദർശനം കാവേരിയുടെ തീരത്തൂടെ മുഴുവനും കാണിച്ചു. 985 ജൂലൈ 18 അരുൾമൊഴിവർമ്മനെ കോ റീജൻ്റായിട്ട് പട്ടാഭിഷേകം ചെയ്തു. കോ റീജൻ്റ് എന്ന് പറയുമ്പോൾ യുവരാജാവ്, രാജാവിൻ്റെ കൂടെ ഇരുന്ന് ഭരിക്കുന്നയാൾ. അരുൾമൊഴിവർമ്മൻ സ്ഥാനാരോഹണം ചെയ്തു കഴിഞ്ഞതിന് ശേഷം തൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. അതിനാദ്യമായി അദ്ദേഹം ചെയ്തത് ജനങ്ങൾക്ക് മുന്നിലുള്ള തൻ്റെ ഇമേജ് മാറ്റുക എന്നുള്ളതാണ്. അതിനായി അദ്ദേഹം ആദ്യം ചെയ്തത് ഒരു പുതിയ പട്ടപ്പേര് സ്വീകരിച്ചു. എന്നിട്ട് അത് അദ്ദേഹത്തിൻ്റെ പേരാക്കി. ഏതാണെന്നറിയോ? അരുൾമൊഴിവർമ്മനിൽ നിന്ന് രാജരാജ ചോഴൻ എന്ന പട്ടപ്പേര് അദ്ദേഹം സ്വീകരിച്ചു. രാജരാജ ചോഴൻ എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരുടെ രാജാവായ ചോഴൻ, രാജരാജ ചോഴൻ. ഈ പേര് വന്നതോടുകൂടി ജനങ്ങൾക്ക് ഒരു ചില്ലറക്കാരനല്ല അപ്പോൾ. എന്നാൽ പേരിൽ മാത്രം കാര്യമുണ്ടോ? ഇല്ല, വേറെയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. അടുത്തത് സമ്പത്തിൻ്റെ പ്രദർശനം. സെമ്പിയൻ മാദേവിയുടെയും ഉത്തമചോളൻ്റെയും പ്രവർത്തനങ്ങൾ കൊണ്ട് ഖജനാവ് ഇപ്പം നല്ലപോലെ നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ രാജരാജ ചോഴൻ ഒരു തുലാഭാരം അങ്ങോട്ട് നടത്തി. എങ്ങനെയെന്നറിയോ? സ്വർണ്ണത്തിൽ തുലാഭാരം. എന്നിട്ട് ആ സ്വർണം ക്ഷേത്രങ്ങളിൽ കൊടുത്തു. അപ്പോൾ ഏകദേശം 70 മുതൽ 80 കിലോയെങ്കിലും സ്വർണം അന്ന് ഉണ്ടായിട്ടുണ്ടാവണം അദ്ദേഹത്തിൻ്റെ ഭാരം വെച്ചിട്ടേ. അപ്പോൾ അത് കൊടുത്തപ്പോഴത്തേക്കും ചുറ്റിനുമുള്ള രാജാക്കന്മാർക്ക് മനസ്സിലായി, ചോളന്മാർ ചില്ലറക്കാരല്ല, അവർക്ക് നല്ല സമ്പത്തുണ്ട്. എന്നാൽ ഇതുകൊണ്ട് അവസാനിച്ചില്ല. രാജരാജ ചോഴൻ പിന്നെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവിടെ ഈ സൈന്യത്തിലുള്ള ഓഫീസർമാരെ കാവേരിയിൽ നിന്ന് റിക്രൂട്ട് ചെയ്യാൻ തുടങ്ങി, ആളുകളിൽ നിന്ന് റിക്രൂട്ട് ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഇദ്ദേഹം ഒരു വ്യത്യസ്തനാവുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ തൻ്റെ മുതുമുത്തച്ഛൻ പരാന്തക ചോളൻ എന്ന് പറയുമ്പോഴത്തേക്കും തൻ്റെ കൂടെയുള്ള ആളുകളെ, ഈ ചെറിയ രാജാക്കന്മാരെ ഉണ്ടല്ലോ, അവരെ തനിക്ക് തുല്യരായിട്ടാണ് കണ്ടിരുന്നത്. പക്ഷേ അത് രാജരാജ ചോഴൻ ചെയ്യത്തില്ല. അവർ ചെറിയ നാട്ടുരാജാക്കന്മാർ, താൻ ചക്രവർത്തി തന്നെയാണ് എന്നുള്ള രീതിക്ക് ഇങ്ങനെ നിന്നിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കാവേരി ഏരിയയിൽ നിന്നും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നുമെല്ലാം സൈന്യത്തിൽ ഉദ്യോഗസ്ഥരെ റിക്രൂട്ട് ചെയ്ത് തുടങ്ങിയത്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഈ രാജരാജ ചോഴൻ വരുന്നതിന് മുൻപായിട്ട് ചോളന്മാരുടെ സൈന്യം ഭയങ്കര വലുതായിരുന്നുവെങ്കിൽ പോലും സ്വന്തമായിട്ടൊരു സ്റ്റാൻഡിങ് സൈന്യം ഇവരില്ലായിരുന്നു. ഒരു യുദ്ധത്തിന് പോകുന്നതിന് മുമ്പേ പല നാട്ടുരാജാക്കന്മാരിൽ നിന്നും അതുപോലെ തന്നെ മിലിറ്ററി ഫാമിലീസ് നിന്നൊക്കെ ആളുകളെ പടകൂട്ടിയാണ് ഇദ്ദേഹം പൊയ്ക്കൊണ്ടിരുന്നത്. എന്നാൽ രാജരാജ ചോഴനാണ് ചോള സാമ്രാജ്യത്തിലെ ആദ്യത്തെ സ്റ്റാൻഡിങ് സൈന്യം ഉണ്ടാക്കിയത്. അദ്ദേഹത്തിന് അറിയാമായിരുന്നു സ്വന്തം സൈന്യമായിട്ടൊരു വലിയ സൈന്യം വേണം. അപ്പോൾ യുവരാജാവായതിനു ശേഷം തന്നെ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം പുള്ളിക്കാരൻ ചെയ്തു തുടങ്ങി. ഒരു സ്ട്രോങ് ആയിട്ടുള്ള സൈന്യം റെഡിയാക്കിയെടുത്തു. ഒരു സ്ട്രോങ് സ്റ്റാൻഡിങ് സൈന്യം പുള്ളിക്കാരൻ റെഡിയാക്കിയെടുത്തു. നേവിയിലും ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പുള്ളിക്കാരൻ ചെയ്തു. അങ്ങനെ ഇരിക്കെ ഉത്തമചോളൻ നാട് നീങ്ങുകയാണ്. അതിനുശേഷം രാജരാജ ചോഴൻ ചക്രവർത്തിയായിട്ട് സ്ഥാനാരോഹണം ചെയ്തു. എന്നാൽ ഇത് മാത്രമല്ല, രാജരാജ ചോഴൻ പിന്നെ ഒരുപാട് പടയോട്ടങ്ങൾ നടത്തി, ഒരുപാട് യുദ്ധങ്ങൾ നടത്തി. തൻ്റെ പടയോട്ടങ്ങളിലൂടെയും യുദ്ധങ്ങളിലൂടെയും ചോളന്മാർ കൂടുതൽ ശക്തരായിക്കൊണ്ടിരുന്നു. സെമ്പിയൻ മാദേവിയും ഉത്തമചോളനും കൂടെ ശക്തമാക്കി വെച്ചിരുന്ന ഖജനാവ് അതിനെക്കാട്ടിയും എത്രയോ മടങ്ങ് ശക്തമാക്കി. അവിടെ കൂടുതൽ സമ്പത്ത് കൊണ്ടുവന്നു രാജരാജ ചോഴൻ. രാജരാജ ചോഴൻ്റെ പ്രവർത്തികൾ കൊണ്ട് കൂടുതൽ അവർ സമ്പന്നരായി. ചോള രാജാക്കന്മാരെന്ന് പറയുമ്പോഴത്തേക്കും ആ കാലത്ത് ഏറ്റവും ധനികരായിട്ടുള്ള രാജാക്കന്മാരിൽ ഒരാളായി. ട്രേഡ് റൂട്ട് കാര്യങ്ങളൊന്നും പറയണ്ടല്ലോ. അങ്ങനെ ചോള രാജാക്കന്മാരുടെ ഈ ഒരു അതിർത്തി അത് കുറച്ചുകൂടെയൊക്കെ അങ്ങ് വലുതാക്കി രാജരാജ ചോഴൻ. എന്നാൽ ഇവിടെ പറയേണ്ട കാര്യം, രാജരാജ ചോഴൻ തൻ്റെ പ്രതാപം അത് ഫോഴ്സ്ഫുള്ളി നേടിയെടുത്തത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ജനങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും
സ്വന്തം താല്പര്യപ്രകാരം അദ്ദേഹത്തിനെ ഫോളോ ചെയ്യുന്ന ആളുകളായിരുന്നു. കാരണം ഇദ്ദേഹം നടത്തിയ പടയോട്ടങ്ങളിലൂടെയും ഇവർ സമ്പന്നരായപ്പോണ്ടല്ലോ അതിൽ ഈ ചെറിയ സൈനികർ തൊട്ട് മേളിലോട്ടുള്ള എല്ലാവരും ബെനിഫിറ്റഡായി. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം നടക്കുമായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് എന്താ പറയുക, ഒരുപക്ഷെ അംഗീകരിക്കാൻ താല്പര്യം ഉണ്ടാകത്തില്ല. അദ്ദേഹത്തിനെ കാലം അറിയേണ്ടത് ഒരു കോൺകററായിട്ട് അറിയണമെന്നായിരുന്നായിരിക്കണം അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. പക്ഷേ അദ്ദേഹവും തൻ്റെ അമ്മാവനായ ഉത്തമചോളനെ പോലെ നല്ലൊരു ഭരണാധികാരിയായിരുന്നു. പുള്ളിക്കാരൻ ഒരുപാട് ഡൊണേഷൻസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് അറ്റകുറ്റപ്പണികൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഡെവലപ്മെൻറ്റുകൾ ചെയ്തിട്ടുണ്ട്. സെമ്പിയൻ മാദേവി പണിതതുപോലെ തന്നെ ഒരുപാട് ക്ഷേത്രങ്ങൾ പണിതിട്ടുണ്ട്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ കീഴിൽ ചോളരുടെ ശക്തി എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിലുള്ള ഒരാൾക്കും മാച്ച് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ഇദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും പടയോട്ടങ്ങളിലൂടെയും എല്ലാം ചോളറുകൾ കൂടുതൽ സമൃദ്ധിയിലേക്കെത്തി. അവരുടെ കീഴിൽ ഒരുപാട് സമ്പത്ത് നേടിത്തരുന്ന ഒരുപാട് സ്ഥലങ്ങൾ അവർക്കുണ്ടായി. അവരത്രത്തോളം വളരെ ശക്തമായിട്ടുള്ളൊരു സൈനിക പവറായിട്ട് മാറി. എന്നാൽ അപ്പോഴും രാജരാജ ചോഴൻ്റെ അവിടെ ലോക്കലായിട്ടുള്ള നാട്ടുരാജാക്കന്മാരും മറ്റാളുകളും ഒക്കെ ഉണ്ടല്ലോ, അവരെല്ലാവരും പൂർണ്ണമായും രാജരാജ ചോഴന് വഴങ്ങുന്നില്ല. കുറച്ചൊക്കെ അദ്ദേഹവുമായിട്ട് ചെറിയൊരു ഡിഫിക്കൽട്ടി ഉണ്ട്. കടുംപിടുത്തങ്ങൾ അവർ കാണിച്ചു തുടങ്ങി. അപ്പോൾ രാജരാജ ചോഴന് മനസ്സിലായി ഇനി ഒരൊറ്റ പരിപാടി ചെയ്യാൻ പറ്റുള്ളൂ, തൻ്റെ അമ്മാവൻ്റെ അമ്മയായ സെമ്പിയൻ മാദേവി ചെയ്തിട്ടുള്ള ആ പരിപാടി ചെയ്തേ പറ്റുള്ളൂ. സെമി ഡിവിനിറ്റിയിലേക്ക് ഉയരണം. സെമി ഡിവിനിറ്റി എന്ന് വെച്ചാൽ ഈശ്വരനും ചക്രവർത്തിക്കും ഇടയിൽ നിൽക്കുന്ന ഒരു എമ്പുരാൻ എന്ന് പറയുന്ന ഒരു പദവിയിലേക്ക് ഉയരണം. അതിനായിട്ടൊരൊറ്റ കാര്യമേ ചെയ്യാൻ പറ്റുള്ളൂ. ജനങ്ങളുടെ മനസ്സിൽ തനിക്കും ശിവപെരുമാനും ഇടയിലുള്ള ദൂരം വളരെ കുറവാണെന്ന് അവർക്ക് തോന്നിക്കണം. താൻ വെറും മനുഷ്യനല്ല, തന്നിൽ ദൈവീകമായിട്ടുള്ള എന്തൊക്കെയോ ഉണ്ട് എന്ന് ജനങ്ങൾക്ക് തോന്നിക്കണം. അതിന് അദ്ദേഹത്തിനൊരു ഐഡിയ വന്നു, ഒരു ക്ഷേത്രം പണിയുക. തൻ്റെ കുടുംബക്കാരും അതുപോലെ തന്നെ തനിക്കറിയാവുന്നതും അറിയാത്തവരുമായിട്ടുള്ള ആളുകൾ പണിത ക്ഷേത്രം പോലൊരു ക്ഷേത്രമാവരുത്. അതത്രത്തോളം വലിയൊരു ക്ഷേത്രമായിരിക്കണം. സാക്ഷാൽ പരമശിവനെ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടൊരു ക്ഷേത്രം. ആ ക്ഷേത്രം ശിവപെരുമാനെയും തന്നെയും അസോസിയേറ്റ് ചെയ്ത് മാത്രം നിൽക്കണം. എത്ര കാലങ്ങൾ കഴിഞ്ഞാലും രാജരാജ ചോഴൻ പണിത ശിവക്ഷേത്രം എന്നറിയണത്. അതത്രത്തോളം പ്രഗത്ഭമായിട്ടുള്ളൊരു ക്ഷേത്രമായിരിക്കണം. അന്ന് വരെ തമിഴ്നാട്ടിലുണ്ടായിരുന്ന ക്ഷേത്രങ്ങളെക്കാട്ടിയും കുറഞ്ഞ പക്ഷം 40 മടങ്ങെങ്കിലും വലുതായിരിക്കണം ആ ക്ഷേത്രം. ആ ക്ഷേത്രമെന്ന് പറയുമ്പോൾ ഭൂമിക്ക് പുതിയൊരു ആക്സസ് ആവണം. സദേൺ ഭാഗത്തിലെ മേരുപർവ്വതമാകണം. ശിവപെരുമാന് പുതിയൊരു വീടാകണം. ആ ക്ഷേത്രത്തിന് രാജരാജേശ്വരം എന്ന് പേര് വേണം. രാജരാജേശ്വരം എന്ന് പറഞ്ഞാൽ രാജരാജ ചോഴൻ്റെ ഈശ്വരനായ ശിവപെരുമാൻ്റെ വീട്, ശിവപെരുമാൻ്റെ പുതിയ വീട് എന്നർത്ഥം വരുന്ന രീതിക്ക് ഉള്ളൊരു ക്ഷേത്രമായിരിക്കണം അത്. എല്ലാ അർത്ഥത്തിലും അത് തന്നെ ആയിരിക്കണം. എല്ലാ അർത്ഥത്തിലും അത് തന്നെയാണ്. ഞാൻ ഈ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ 2 കവാടങ്ങൾ കഴിഞ്ഞാണ് നമ്മൾ അകത്ത് പോകുന്നത്. പലതവണ നമ്മൾ ഫോട്ടോയിലും വീഡിയോയിലും ഒക്കെ ഈ ക്ഷേത്രങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇതിങ്ങനെ 2 കവാടം കഴിഞ്ഞ് അകത്തോട്ട് കയറിയപ്പോൾ ഞാൻ ചുമ്മാതെ പറയില്ല, ഞാൻ വായും തുറന്നാണ് കയറി ചെന്നത്. കാരണം അത്രത്തോളം വലിപ്പം. ഞാൻ പോയപ്പോൾ എൻ്റെ അനുഭവം ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ കൂടുതൽ ചരിത്രത്തിലേക്ക് പോവാം. അങ്ങനെ ഈ ഒരു ക്ഷേത്രം പണിയാനായിട്ട് രാജരാജ ചോഴൻ ആദ്യമേ തന്നെ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തുടങ്ങി. ഒരുപാട് പൂജാരിമാരെയും ദ്വാരപാലകരെയും അതുപോലെ തന്നെ ജ്യോതിഷികളെയെല്ലാം അദ്ദേഹം കൊണ്ടുവന്നു. അദ്ദേഹം അതിനു വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തുടങ്ങി. ചോഴ സാമ്രാജ്യം എന്ന് പറയുമ്പോൾ ഈസ്റ്റേൺ ഭാഗത്താണല്ലോ. ആ ഈസ്റ്റേൺ ഭാഗത്ത് നിന്ന് മറ്റ് 3 ഡയറക്ഷനിലോട്ടും രാജരാജ ചോഴൻ വിജയങ്ങൾ നേടിയെടുത്തു. അപ്പോൾ എല്ലായിടത്തും അദ്ദേഹം പ്രശസ്തരായി. പക്ഷേ ഈ ഒരു രാഷ്ട്രകൂടന്മാരുണ്ടല്ലോ, ഡെക്കാൻ ഭാഗത്ത് രാഷ്ട്രകൂടാസ് എല്ലോറ ഗുഹ ആ ഒരു ഏരിയയിൽ ഒരു വലിയ ശിവക്ഷേത്രം ഒരു കല്ലിൽ നിന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതവരുടെ ശക്തിയെ സൂചിപ്പിക്കുന്നു, എല്ലായിടത്തുമുള്ള അവരുടെ വിജയത്തെ സൂചിപ്പിക്കുന്നു. ഇപ്പോൾ രാജരാജ ചോഴൻ അറിയാം, ഓക്കെ, അത് അവരുടെ ശക്തിയും മറ്റു കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഞാൻ പണിയുന്ന ക്ഷേത്രം അതിനെക്കാട്ടിയും ഗംഭീരമായിരിക്കണം. അതിനു മുകളിൽ മറ്റൊരു രാജാവ് ഒന്നും ചെയ്യാൻ പാടില്ല. അങ്ങനൊരു ചിന്തയായിരുന്നു അദ്ദേഹം. അതിനായി ആവുന്നത്രത്തോളം സമ്പത്ത് ഇദ്ദേഹം ഈ പ്രോജക്റ്റിലേക്ക് കൊടുത്തു. പക്ഷേ അത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമൊന്നുമില്ലായിരുന്നു. രാജരാജ ചോഴൻ ചോളന്മാരുടെ ഈ ഒരു ചെങ്കോലേന്തിയ ശക്തിയുമായിട്ട് അദ്ദേഹം അത്യാവശ്യം എത്രത്തോളം സമ്പത്ത് വേണോ എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ആ കാലഘട്ടത്ത് ഒരുപക്ഷെ ഏറ്റവും ധനികരായിട്ടുള്ള ശക്തരായിട്ടുള്ള ആളുകളിൽ ഒരാൾ തന്നെയായിരുന്നു രാജരാജ ചോഴൻ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇദ്ദേഹം കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ശക്തി, അദ്ദേഹത്തിൻ്റെ നിയന്ത്രണം എവിടെയൊക്കെയുണ്ടോ അവിടെ നിന്നെല്ലാം ആർക്കിടെക്ട്സിനെ അദ്ദേഹം വിളിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് തൻ്റെ മൈൻഡിലുള്ള ഈ ഒരു ഭീമാകാരമായിട്ടുള്ള ടാസ്ക് അവരോട് പറഞ്ഞു. ഒന്ന് ട്രൈ ചെയ്ത് പോലും നോക്കാതെ അത്രത്തോളം ഗംഭീരമായിട്ടുള്ളൊരു ക്ഷേത്രം പണിയുക എന്നുള്ളത് പല ആളുകളുടെ മനസ്സിലും ഭയമുണ്ടാക്കി. കാരണം ഞാൻ പറഞ്ഞല്ലോ, അന്ന് ആ കാലഘട്ടങ്ങളിൽ തമിഴ്നാട്ടിലുണ്ടായിരുന്ന ക്ഷേത്രത്തിൻ്റെ ഏകദേശം 40 മടങ്ങ് ഉയരമാണ് ഈ ക്ഷേത്രത്തിന് വരുന്നത്. അതൊരു കൊളോസൽ ടാസ്ക് തന്നെയാണ്. അങ്ങനെ രാജരാജ ചോഴൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു തുടങ്ങിയപ്പോഴാണ് രാജമാതാവ് സെമ്പിയൻ മാദേവി പുള്ളിക്കാരി അന്ത്യശ്വാസം വലിച്ചത്.
എന്നാൽ ആ സമയത്ത് സന്തോഷത്തോടു കൂടിയായിരിക്കണം ആ രാജമാതാവ് ഭൂമണ്ഡലത്തിൽ നിന്ന് പോയത്. കാരണം തൻ്റെ സാമ്രാജ്യം വളരെ സുരക്ഷിതമായ ഒരാളുടെ കയ്യിൽ തന്നെയാണ്. താൻ എന്തൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ടോ അതിനെക്കാട്ടിയും ഗംഭീരമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ചോളന്മാർ പൊൻകാലത്തിലേക്കാണ് രാജരാജ ചോഴന് കീഴിൽ പോകുന്നത് എന്ന സന്തോഷത്തോടു കൂടിയാണ് ആ ഒരു രാജമാതാവ് കണ്ണടച്ചത്. തഞ്ചൈ പെരിയ കോവിൽ പണിതിരിക്കുന്നത് ഗ്രാനൈറ്റ് കൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. എന്നാൽ അതിന് എത്രത്തോളം ഗ്രാനൈറ്റ് രാജരാജ ചോഴൻ റെഡിയാക്കി എടുത്തു എന്നറിയുമോ? ഏകദേശം 49,000 ക്യൂബിക് മീറ്റേഴ്സ് ഗ്രാനൈറ്റാണ് അദ്ദേഹം സംഘടിപ്പിച്ചത്. ഈ 49,000 ക്യൂബിക് മീറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം 1,30,000 ടൺ ഭാരം വരുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ കാവേരി ഭാഗത്തുണ്ടായിരുന്ന ഒരു ആവറേജ് ക്ഷേത്രത്തിൽ 450 ക്യൂബിക് മീറ്റർ ഗ്രാനൈറ്റേ വന്നിട്ടുള്ളൂ. ഇവിടെ എത്ര വന്നിട്ടുണ്ട്? 49,000 ക്യൂബിക് മീറ്റർ ഗ്രാനൈറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത് അനായാസമായി അദ്ദേഹത്തിന് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. അപ്പോൾ അത്രത്തോളം ശക്തനും ധനികനുമായിരുന്നു അദ്ദേഹം ആന്ധ്രയിലേക്ക് നടത്തിയിട്ടുള്ള പടയോട്ടത്തിന് ശേഷം 2 വർഷങ്ങൾ കഴിഞ്ഞ് 1003 മെയ് 11 ഈ ക്ഷേത്രം കൺസ്ട്രക്ഷൻ തുടങ്ങിയത്. 7 വർഷങ്ങളിലായിട്ടാണ് ഇവർ ഗ്രാനൈറ്റ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അതിൽ ഓരോ വർഷവും 6,254 ടൺ ഗ്രാനൈറ്റാണ് ചോളന്മാർ എക്സ്ട്രാക്ട് ചെയ്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അത് ഏകദേശം ഒരു ദിവസം നോക്കുകയാണെങ്കിൽ ഒരു ദിവസം 17 ടൺ ഗ്രാനൈറ്റ് വീതമാണ് ഇവർ മൂവ് ചെയ്തുകൊണ്ട് വന്നത്. അപ്പോൾ ഇവർക്കുണ്ടായിരുന്ന ആൾബലം ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതുമാത്രമല്ല, ഇവർ ക്ഷേത്രം പണിയാനായിട്ടുള്ള സ്ഥലം ഇവരുടെ തലസ്ഥാനമായിട്ടുള്ള തഞ്ചാവൂർ തന്നെയാക്കി. തഞ്ചാവൂരിൽ തന്നെ തഞ്ചൈ പെരിയ കോവിൽ പണിയാം എന്ന് തീരുമാനിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു തുറസായിട്ടുള്ളൊരു വലിയ പ്രദേശം രാജരാജ ചോഴൻ സെലക്ട് ചെയ്തു. ആ കാലഘട്ടങ്ങളിൽ നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുക. ആ തുറസായ പ്രദേശത്ത് നിറച്ച് കാളക്കൂറ്റന്മാരും ആനകളും അതുപോലെ തന്നെ ജോലി ചെയ്യാൻ വന്ന ആളുകളും ശില്പികളും എല്ലാവരും ഇങ്ങനെ ഇത്രയും വലിയ കല്ലുകളിൽ അവിടെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്തെന്നറിയോ? ഇവിടെ ആനകളെ കൊണ്ടുവന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഈ ആനകളെന്ന് പറയുന്നത് രാജരാജ ചോഴൻ്റെ സൈന്യത്തിലുണ്ടായിരുന്ന ആനകളിലേക്ക് വെച്ച് ഏറ്റവും ഗ്രേഡ് കുറഞ്ഞ ആനകളാണ്. ഗ്രേഡ് കുറഞ്ഞ ആനകൾ ഇത്രത്തോളം ഗ്രാനൈറ്റ് ഇവിടെ വലിക്കാനും കൺസ്ട്രക്ഷൻ വർക്കിന് വേണ്ടിയിട്ടുള്ള ക്രെയിനും കാര്യങ്ങളും എല്ലാം ഓപ്പറേറ്റ് ചെയ്യാനും ഈ ആനകൾ അവിടെ നിന്നു. അപ്പോൾ രാജരാജ ചോഴൻ്റെ സൈന്യത്തിലുണ്ടായിരുന്ന ശക്തമായിട്ടുള്ള ആനകളെ ഒന്ന് ആലോചിച്ച് നോക്കി. അവരുടെ ശക്തി എന്തായിരിക്കും എന്നൊന്ന് സങ്കല്പിച്ച് നോക്കുക. അപ്പോൾ അത്രത്തോളം ഗജബലവും ഇവർക്കുണ്ടായിരുന്നു. എന്നാൽ ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റിനുമുള്ള വർക്ക്സും കാര്യങ്ങളും എല്ലാം ഏകദേശം രാജരാജ ചോഴൻ ഫൈനലൈസ് ചെയ്തു. ഇനി മെയിൻ കാര്യം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്ന് പറയുന്നതും ഒരു സാധാരണ പ്രതിഷ്ഠയാവരുത്. കാരണം ആ കാലഘട്ടങ്ങളിൽ ഈ ചാലൂക്യാസ് ഉണ്ടല്ലോ, ചാലൂക്യ രാജവംശത്തിലുള്ള ആളുകൾ വലിയ വലിയ ശിവലിംഗങ്ങൾ പ്രതിഷ്ഠിക്കുന്നതിൽ പ്രശസ്തരായിട്ടുള്ള ആളുകളായിരുന്നു. അപ്പോൾ അവർ പണിതിട്ടുള്ള ശിവലിംഗങ്ങളെക്കാട്ടിയും വലിയ ശിവലിംഗങ്ങളായിരിക്കണം താൻ പ്രതിഷ്ഠിക്കേണ്ടതെന്ന് രാജരാജ ചോഴൻ ഒരു വാശിയുണ്ടായിരുന്നു. കാരണം ഒന്നാമത്തെ കാര്യം, അദ്ദേഹത്തിന് പരമശിവൻ്റെ അടുത്ത് അത്രത്തോളം ഭക്തിയായിരുന്നു. അത്രത്തോളം വലിയൊരു ശിവഭക്തനായിരുന്നു രാജരാജ ചോഴൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹം എന്ത് ചെയ്തെന്നറിയോ? ഭീമാകാരമായിട്ടുള്ളൊരു ശിവലിംഗം അവിടെ സ്ഥാപിച്ചു. ഒരു മനുഷ്യൻ്റെ 3 മടങ്ങ് ഉയരമുള്ള ശിവലിംഗമാണ്. നേരിട്ട് പോയി കണ്ട് അന്തം വിട്ടുപോയി ഞാൻ. അത്രത്തോളം വലിയൊരു ശിവലിംഗമാണ് അവിടെ പ്രതിഷ്ഠിച്ചേക്കുന്നത്. ആ ശിവലിംഗത്തിന് രാജരാജേശ്വരൻ എന്ന് പേര് വിട്ടു. രാജരാജ ചോളൻ്റെ ഈശ്വരൻ എന്ന് പേര് വിട്ടു. അങ്ങനെ ഒരു മനുഷ്യൻ്റെ 3 മടങ്ങ് ഉയരമുള്ള ഒരു വലിയ ശിവലിംഗം അവിടെ പ്രതിഷ്ഠിച്ചു. അതിനുശേഷം ഈ ക്ഷേത്രത്തിൻ്റെ ഉൾഭാഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് നാച്ചുറൽ ലൈറ്റ് അനായാസമായി കയറി വരാനായിട്ടുള്ള വലിയ വലിയ ഓപ്പണിങ്സ് ഉണ്ട്. അങ്ങനെ അതിനുള്ളിലെ പെയിൻറ്റിങ്ങുകളെന്ന് പറയുമ്പോഴത്തേക്കും രാജരാജ ചോഴന് മഹാദേവനുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ്, അദ്ദേഹത്തിന് മഹാദേവൻ്റെ അടുത്തുള്ള ആ ഒരു ഭക്തി സ്നേഹം, അതിനെയെല്ലാം കാണിക്കുന്ന രീതിയിലുള്ള പെയിൻറ്റിങ്ങുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും മുകളിലോട്ടുള്ള നിലകളിൽ ത്രിപുരങ്ങൾ നശിപ്പിച്ച മഹാദേവൻ്റെ ഒരുപാട് ഡിപ്പിക്ഷൻസ് ഉണ്ട്. അത് രാജരാജ ചോഴൻ ചെയ്ത കാര്യം എന്തെന്ന് വെച്ചാൽ അദ്ദേഹത്തെ തന്നെ മഹാദേവനെ അദ്ദേഹത്തിൽ കാണുന്നത് അങ്ങനെയാണ്. അദ്ദേഹം ഒരു കോൺകററാണ്, വെട്ടിപ്പിടിക്കുന്ന ആളാണ്, തന്നെ എതിർക്കുന്ന ആളുകളെ തച്ചുടയ്ക്കുന്ന ആളാണ്, തൻ്റെ ജനങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെയാണ് അദ്ദേഹത്തെ തന്നെ ചരിത്രം കാണാനും ഓർമ്മിക്കാനും ആഗ്രഹിച്ചത്. സത്യമല്ലേ? രാജരാജ ദ ഗ്രേറ്റ് കോൺകറർ എന്നുള്ള രീതിക്ക് തന്നെയാണ് നമ്മൾ രാജരാജ ചോഴനെയും രാജേന്ദ്ര ചോഴനെയും എല്ലാം കാണുന്നത്. എന്നാൽ ഇദ്ദേഹം ഇതെല്ലാം ചെയ്തപ്പോൾ ചോള സാമ്രാജ്യത്തിന് മാത്രമല്ല ഇന്ത്യ എന്ന രാജ്യത്തിന് തന്നെ പുതിയൊരു ശക്തിയുടെ ഐഡൻറ്റിറ്റിയാണ് അദ്ദേഹം അവിടെ ക്രിയേറ്റ് ചെയ്തത്. എന്നാൽ ഇതിനെക്കുറിച്ച് വളരെ പ്രശസ്തമായി പറയുന്നൊരു കാര്യമുണ്ട്. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ വിമാനം ഉണ്ടല്ലോ, മുകളിലത്തെ ക്യാപ്സ്റ്റോൺ, അത് ഏകദേശം 80 ടൺ വരുമെന്നാണ് പറയുന്നത്. ഇത് ഒറ്റക്കല്ലാണെന്ന് പറയുന്നുണ്ട്,
മറ്റു കാര്യങ്ങളും പറയുന്നുണ്ട്. എന്നാൽ വാമൊഴിയായി പറഞ്ഞു വരുന്നത് ഇങ്ങനെയാണ്: ഒരു റാമ്പ് കൺസ്ട്രക്ട് ചെയ്തിട്ട് അതുവഴി കൊണ്ട് കയറ്റി എന്നാണ് വാമൊഴിയായി പറഞ്ഞു വരുന്ന കാര്യം. എന്നാൽ മറ്റു ചില കാര്യങ്ങളും ഇതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്ത ആളുകളല്ലാതെ വെച്ചു എന്നും പറയുന്നുണ്ട്. എന്നാലും അത്രയും വലിയൊരു സംഭവം അവിടെ കയറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. അങ്ങനെ ഏകദേശം 5 വർഷങ്ങൾ കൊണ്ടാണ് തഞ്ചൈ പെരിയ കോവിൽ കൺസ്ട്രക്ട് ചെയ്തത്. ചില സ്ഥലങ്ങളിൽ 7 വർഷം എടുത്തു എന്നും പറയുന്നുണ്ട്. എന്തു തന്നെയാണെങ്കിലും രാജരാജ ചോഴൻ എന്തുദ്ദേശത്തിൽ ഈ ക്ഷേത്രം പണിതോ അത് ഫലവത്തായിട്ടുണ്ട്. ഇന്നും ആ ക്ഷേത്രം അറിയപ്പെടുന്നത് രാജരാജ ചോഴൻ പണിത തഞ്ചൈ പെരിയ കോവിൽ എന്നാണ്. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ മകനായ രാജേന്ദ്ര ചോഴൻ തൻ്റെ പുതിയ തലസ്ഥാനമായിട്ടുള്ള ഗംഗൈകൊണ്ട ചോളപുരത്തിൽ ഒരു പുതിയ ബൃഹദീശ്വര ക്ഷേത്രവും കൂടെ പണിതു. എന്നാൽ രാജേന്ദ്ര ചോഴൻ പണിത ബൃഹദീശ്വര ക്ഷേത്രം രാജരാജ ചോഴൻ പണിയെഴുപ്പിച്ച ബൃഹദീശ്വര ക്ഷേത്രത്തിനെ സർപ്പാസ് ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. താൻ എന്തുദ്ദേശത്തിൽ ആ ക്ഷേത്രം പണിതോ ആ ഉദ്ദേശം ഇന്നും നിലനിൽക്കുന്നു. എന്നാൽ രാജരാജ ചോഴൻ ഈ ക്ഷേത്രം പണിതത് തൻ്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു ആരാധനാലയമായി കാണാൻ വേണ്ടിയോ, മെയിനായിട്ട് തൻ്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയോ മാത്രമല്ലായിരുന്നു, നമ്മളെ ഓർമ്മിപ്പിക്കാനായിട്ടാണ്. വർഷങ്ങൾക്കിപ്പുറം നമ്മളുടെ എല്ലാം ചുറ്റുപാട് വളരെ സ്പീഡാകുമ്പോൾ, നമ്മൾ പല കാര്യങ്ങളും മറന്നു പോകുമ്പോൾ, നമ്മുടെ പഴയ കാര്യങ്ങൾ നമുക്ക് പല സ്ഥലത്തും കാണാൻ പറ്റാണ്ടാകുമ്പോൾ, നമ്മൾ സ്വയം വീക്കാണെന്ന് ചിന്തിച്ചു തുടങ്ങുമ്പോൾ, നമ്മൾ മറ്റുള്ളവർക്ക് അടിമപ്പെടേണ്ടവരാണോ എന്ന സംശയം നമുക്കുണ്ടാകുമ്പോൾ, മറ്റുള്ളവർ കാരണം നമ്മളിൽ ഉണ്ടാകുന്ന ഇമോഷൻസ്, വികാരങ്ങൾക്ക് നമ്മൾ അടിമപ്പെട്ടു പോകുമ്പോൾ, ഇത്രയും ശക്തമായിട്ടുള്ളൊരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നുവെന്നും ഇത്രയും പ്രഗത്ഭരും ശക്തരുമായിട്ടുള്ള ആളുകൾ ജീവിച്ചിരുന്ന ഭൂമിയിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നതെന്നും അന്ന് അരുൾമൊഴിവർമ്മൻ എന്ന രാജരാജ ചോഴൻ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ അതിൻ്റെ ഒരു അംശമെങ്കിലും ഈ കാലഘട്ടത്തിൽ നമുക്കും ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. അതുകൊണ്ട് തന്നെ തഞ്ചൈ പെരിയ കോവിലിനെ ഒരു അമ്പലമായിട്ടോ ക്ഷേത്രമായിട്ടോ മാത്രമല്ല കാണേണ്ടത്, ഒരു ബീക്കൺ ഓഫ് ഇൻസ്പിറേഷൻ ആയിട്ടാണ് കാണേണ്ടത്. ഓരോ തവണ നമ്മളവിടെ നോക്കുമ്പോഴും അതെങ്ങനെ അവരവിടെ അത് സ്ഥാപിച്ചെടുത്തു, അത്രയും ആ കാലഘട്ടത്തിൽ ഇമ്പോസിബിൾ ആണെന്ന് പറഞ്ഞിരുന്ന ആ ഒരു ടാസ്ക് എങ്ങനെ പോസിബിളാക്കി എന്ന് നമ്മൾ ഓർക്കണം. അതുതന്നെയാണ് ഞാൻ രാജരാജ ചോഴൻ്റെ ഈ ഒരു രാജരാജേശ്വരം ബൃഹദീശ്വര ക്ഷേത്രത്തിലേക്ക് പോയപ്പോൾ എനിക്കുണ്ടായ അനുഭവം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, ആ 2 കവാടം കഴിഞ്ഞ് ഞാൻ അകത്ത് കയറിയപ്പോൾ ഞാൻ വായും തുറന്നാണ് കയറി ചെന്നതെന്ന്. ശരിക്കും ഞാൻ എക്സാജറേറ്റ് ചെയ്യുന്നതല്ല, അന്തം വിട്ട് വായും തുറന്നാണ് ഞാൻ കയറി ചെന്നത്. കാരണം അത്രത്തോളം എന്താ ഒരു ഗ്രാൻഡിയർ ആ ക്ഷേത്രത്തിൻ്റെ. നേരെ തന്നെ കാണുന്നത് ഒരു വലിയ നന്ദിയുടെ പ്രതിമയാണ്, ഒറ്റക്കൽ നന്ദി. നന്ദിയുടെയൊക്കെ അടുത്ത് പോകുമ്പോൾ നമ്മൾ ചെറുത്, അത്രത്തോളം വലിയൊരു നന്ദി. നന്ദിയെ ഇവിടെ കൊത്തി വെച്ചേക്കുന്നതിൻ്റെ ഫിനിഷിംഗ് ഒക്കെ കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആർട്ടിസ്റ്റുകളെന്ന് തന്നെ അവരെ പറയണം. പിന്നെ ഈ ഒരു ക്ഷേത്രത്തിൽ കയറി അതുവഴി ഇങ്ങനെ സഞ്ചരിച്ച ഓരോ സമയവും എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് നമ്മൾ പുസ്തകങ്ങളിലും അതുപോലെ മറ്റ് സ്ഥലങ്ങളിലുമെല്ലാം കേട്ടിട്ടുള്ള അതേ രാജരാജ ചോഴനും രാജേന്ദ്ര ചോഴനും നടന്ന വഴി കൂടെയാണ് നടക്കുന്നത് എന്നൊരു ചിന്തയും മനസ്സിലുണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് ഈ ക്ഷേത്രത്തിനെ ഇതിൻ്റെ ഒരു വലിയ ഗോപുരം ഉണ്ടല്ലോ, അത് 4 ദിക്കുന്നു ഇങ്ങനെ പോയി നോക്കിയപ്പോൾ ഒരു അത്ഭുതമായിരുന്നു. പിന്നെ ഞാൻ ആ ക്ഷേത്രത്തിൽ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, നമ്മുടെ മെയ്യഴകൻ സിനിമ കണ്ടിട്ടിരിക്കുകയായിരുന്നല്ലോ. ആ സിനിമയിൽ കാർത്തി പറഞ്ഞൊരു കാര്യം ആ ക്ഷേത്രത്തിൽ ഞാൻ ചെയ്തു നോക്കി. അവിടെ ഒരു സ്ഥലത്ത് പോയിരുന്നിട്ട് കണ്ണടച്ചൊന്നിരുന്ന്, എന്നിട്ട് നൂറ്റാണ്ടുകൾക്ക് പിറക്കോട്ട് സഞ്ചരിച്ച്. അപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞു എൻ്റെ മനസ്സിൽ അവിടെ അത് ഫീൽ ചെയ്യാൻ പറ്റും. ആ ഒരു അന്തരീക്ഷത്തിൽ പോയിരിക്കുമ്പോൾ അവിടെ ഇങ്ങനെ ആ കാലഘട്ടത്തിലെ ആളുകളെല്ലാവരും ഇങ്ങനെ നടന്നു വരുന്നു. അവർ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓരോ സ്ഥലത്തും ശിവനടിയാരിരുന്നിട്ട് പാട്ടുകൾ, ദേവാരപ്പാട്ടുകൾ പാടുന്നുണ്ട്. അവിടെ ഇങ്ങനെ പൂക്കളെല്ലാം വിൽക്കുന്നു. അവർ ക്ഷേത്രത്തിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. അപ്പോൾ അവിടെ ഒരു പെരുമ്പറ മുഴുകുന്നു. അങ്ങോട്ടേക്ക് നോക്കുമ്പോഴത്തേക്കും ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലൂടെ ഒരു വലിയ റോയൽ എലിഫൻറ്റ് കയറി വരുന്നു, നല്ല അലങ്കരിച്ചിട്ടുള്ള. ആ എലിഫൻറ്റിന് മുകളിലായിട്ട് രാജപ്രൗഢിയിൽ ഒരാളിങ്ങനെ ഇരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ചോളന്മാരുടെ ചെങ്കോലുണ്ട്, അദ്ദേഹത്തിൻ്റെ തലയിൽ സ്വർണ്ണ കിരീടവുമുണ്ട്. അദ്ദേഹം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ആളുകൾ ഒരു അത്ഭുതത്തോടു കൂടി അദ്ദേഹത്തെ നോക്കിയിട്ട് ഉറക്കെ വിളിച്ച് പറയാണ്, രാജരാജ ചോഴൻ നീണാൽ വാഴട്ടെ. അതുപോലെ തന്നെ അവർ പറയുന്നുണ്ട്, ചോളനാട് ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ, വെട്രിവേൽ വീരവേൽ, വെട്രിവേൽ വീരവേൽ എന്ന്. അപ്പോൾ അത് നമുക്കവിടെ ഫീൽ ചെയ്യാൻ പറ്റും. ഞാൻ ചുമ്മാ പറയുന്നതല്ല. എന്നെങ്കിലും ഈ ഒരു ബൃഹദീശ്വര ക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടെ പോയി കുറച്ച് നേരം കണ്ണടച്ചിരിക്കുക, പിറക്കോട്ടൊന്ന് സഞ്ചരിക്കുക. ഞാൻ ഉറപ്പായിട്ടും പറയും, ചോളർ പണിതിട്ടുള്ള ഈ ഒരു തഞ്ചൈ പെരിയ കോവിലിൽ പോകണം. അതൊരു ഭക്തിയാത്രയ്ക്ക് പോകണമെന്നല്ല പറയുന്നത്, നമ്മുടെ ചരിത്രം പഠിക്കാനായിട്ട് പോകണം, ചരിത്രം എക്സ്പീരിയൻസ് ചെയ്യാൻ പോകണം. അതാണ് ഞാൻ പറഞ്ഞത്, അവിടെ പോയി കണ്ണടച്ച് കുറച്ചേരം ഇരിക്കണമെന്ന്. കാരണം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ 1-2 പേജിൽ മാത്രമായിരുന്നു ചോളന്മാരെ കുറിച്ചുണ്ടായിരുന്നത്. എന്നാൽ അതൊന്നും അല്ല, അതിലേക്ക് എത്രയോ മടങ്ങാണ് അവർ. രാജരാജ ചോഴനെക്കുറിച്ച് മാത്രം എഴുതിയ ഒരു വലിയ ബുക്ക്, അത്രത്തോളം കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള രാജേന്ദ്ര ചോഴനെക്കുറിച്ച് പറയേണ്ട കാര്യമുണ്ടോ? ശരിക്കും അത്ഭുതകരമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു. ഞാനിതൊക്കെ പറഞ്ഞപ്പോൾ ഇപ്പോഴും ഞാനതങ്ങ് ഓർമ്മിച്ചു പോയി.
കാരണം അത്രത്തോളം ഒരു ഓവർവെൽമിങ് എക്സ്പീരിയൻസ് ആണ് അവിടെ ചെല്ലുമ്പോഴത്തേക്കും. അത്രത്തോളം ഒരു ഓവർവെൽമിങ് ആയിട്ടുള്ളൊരു അനുഭവമാണ് ആ ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള ആ ഒരു ക്ഷേത്രം കാണുമ്പോൾ. എങ്ങനെ ഒരു മനുഷ്യനെ കൊണ്ട് ഇത് സാധിച്ചു? അയാൾ ഇതിനുള്ള ആ ഒരു ധൈര്യം എങ്ങനെ കാണിച്ചു? അതിൻ്റെ ഒരു പകുതി മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ നമ്മളൊക്കെ ഇവിടെ എത്തും എന്നൊരു ചിന്തയാവുന്നേ. അപ്പോൾ ഉറപ്പായിട്ടും പോയി കാണണം ആ ഒരു ടെമ്പിൾ. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ഭക്തി വീഡിയോ ആയിട്ടല്ല ഞാൻ ചെയ്തത്. കാരണം അവിടെ പോയി കുറേ കാര്യങ്ങൾ അറിഞ്ഞ് ഇതിനെക്കുറിച്ച് പിന്നെ കൂടുതൽ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കിയപ്പോൾ പറയാൻ തോന്നി. നല്ല രസമില്ലായിരുന്നോ? അപ്പോൾ ഇതാണ് രാജരാജ ചോളൻ്റെ രാജരാജേശ്വരം എന്ന തഞ്ചൈ പെരിയ കോവിലിൻ്റെ ബൃഹദീശ്വര ക്ഷേത്രത്തിൻ്റെ ചില വിശേഷങ്ങൾ. അപ്പോൾ ഇത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായി കാണുന്നത് വരെ